Hi students. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് പോളിനോമിയൽ പിക്ചേഴ്സ് അഥവാ ബഹുപദ ചിത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പോളിനോമിയൽസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പോളിനോമിയൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇനി ഈ പോളിനോമിയൽ പിക്ചേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് വരയ്ക്കുക അഥവാ ഗ്രാഫ് തന്നാൽ അതിന്റെ പോളിനോമിയൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസും പഠിക്കുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസും പറയുന്നുണ്ട്. അപ്പൊ ആദ്യം എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നുള്ളത് നോക്കാം. ഒന്നാം കൃതി ബഹുപദങ്ങൾ. Every polynomial transforms numbers according to some definite rule. എന്താ പറഞ്ഞത്? ഓരോ ബഹുപദവും ഒരു നിശ്ചിത നിയമമനുസരിച്ച് സംഖ്യകളെ മാറ്റുകയാണ് ചെയ്യുന്നത്. എല്ലാ പോളിനോമിയലും എന്താണ്? ഒരു ഡെഫിനിറ്റ് റൂള് വെച്ചിട്ട് ആ നമ്പേഴ്സിനെ മാറ്റുന്നുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ദ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. എങ്ങനെയാണ് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി? ഇതിന്റെ ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് പോളിനോമിയലിന്റെ ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മളെ വേരിയബിൾ ഏതാ? എക്സ് ആണ്. അപ്പൊ എക്സിന്റെ പവർ എന്താ? 1 ആണ് അല്ലെ. ദാറ്റ് ഈസ് ax പ്ലസ് ബി ഫോമിലാണെങ്കിൽ ax പ്ലസ് ബി ഫോമിൽ അല്ലെ, അങ്ങനത്തെ ഫോം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1. ഇതെന്താണ്? ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇവിടെ ഒരു വേരിയബിൾ ആണ് അല്ലെ ഉള്ളത്, ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിളിന്റെ പവർ എന്താ? 1 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ ആണ്. ദിസ് ക്യാൻ ബി സീൻ ആസ് ദ ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലൈങ് എവറി നമ്പർ ബൈ 2 ആൻഡ് ആഡിങ് 1. എന്താ പറഞ്ഞത്? ഏത് സംഖ്യയെയും 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ഒരു നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുകയാണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലോട്ട് 1 ആഡ് ചെയ്യുമ്പോഴാണ് ഇതൊരു പോളിനോമിയലായി, ഈ ഒരു പോളിനോമിയൽ ആയിട്ട് മാറുന്നത്. സോ ഇഫ് വി ടേക്ക് എക്സ് ആസ്, എക്സിന് നമുക്ക് പല വിലകൾ എടുക്കാം അല്ലെ. 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, അങ്ങനെ പല നമ്പേഴ്സും നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. വി ഗെറ്റ് ദ നമ്പേഴ്സ് 1, 3, 5, 7 ആൻഡ് സോ ഓൺ. പി ഓഫ് എക്സ് എന്താ പറയുന്നത്? എക്സിന്റെ പ്ലേസിൽ 0 ആണ് നമ്മൾ എടുത്തതെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? എക്സിന്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുത്തു നോക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 into 0 പ്ലസ് 1. 2 into 0 plus 1 എന്ന് വരും അല്ലെ. സോ 0 plus 1 which is equal to 1. കണ്ടോ, എക്സിന്റെ പ്ലേസിൽ നമ്മൾ 0 ഇട്ട് കൊടുത്തപ്പോൾ ദാറ്റ് ഈസ് പി ഓഫ് 0 എന്ന് പറയുന്നത്. പി ഓഫ് 0 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്. 0 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനി 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? പി ഓഫ് 1 എന്തായിരിക്കും? പി ഓഫ് 1 ഈസ് ഈക്വൽ ടു എക്സിന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക. 2 into 1 പ്ലസ് 1 ആവും അല്ലെ. 2 into 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 into 1 എന്താ? 2. 2 പ്ലസ് 1 3 എന്ന് കിട്ടും. പി ഓഫ് 1 എന്ന് പറയുന്നത് കണ്ടോ, 1 ഇട്ട് കൊടുത്താൽ 3 കിട്ടും എന്ന് പറഞ്ഞു. ഇനി 2 ഇട്ട് കൊടുത്താലോ? 2 ഇട്ട് കൊടുക്കുമ്പോ എങ്ങനെ വരും? പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 2 into 2 പ്ലസ് 1 എന്ന് വരും അല്ലെ. ആദ്യം നമ്മൾ എപ്പോഴും 2 into 2 ആണ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യുക, എന്നിട്ടല്ലേ നമ്മൾ ആഡ് ചെയ്യുക. സോ 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. 4ലോട്ട് 1 ആഡ് ചെയ്താൽ 5 ആണ്. അല്ലാതെ നമ്മൾ ആദ്യം 2ഉം 1ഉം ആഡ് ചെയ്ത് അപ്പൊ നമുക്ക് 3 കിട്ടി. എന്നിട്ട് 3 into 2 അപ്പൊ നമുക്ക് 6 കിട്ടും. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ആദ്യം എപ്പോഴും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുക. Therefore, P of 2 എന്ന് പറയുന്നത് 5 ആണ്. കണ്ടോ, 2 ഇട്ട് കൊടുത്തപ്പോൾ 5 ആണ് കിട്ടുക എന്ന് പറഞ്ഞു. ഇനി 3 ആണ് ഇട്ട് കൊടുത്തതെങ്കിലോ? P of 3 എന്ന് പറയുന്നത് 2 into 3 പ്ലസ് 1. കണ്ടോ, എക്സിന്റെ പ്ലേസിൽ 3 ഇട്ട് കൊടുത്തു. സോ 2 into 3 എന്താ? 6. 6ലോട്ട് 1 ആഡ് ചെയ്താൽ 7. Therefore, P of 3 എന്ന് പറയുന്നത് 7 ആണ് എന്ന് കിട്ടി. കണ്ടോ, 3 ഇട്ട് കൊടുത്തപ്പോൾ 7 കിട്ടി. അപ്പൊ ഈ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലോട്ട് 1 ആഡ് ചെയ്തു. സോ അവർ പോളിനോമിയൽ ഈസ് 2x പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയൽ കിട്ടി. അതിൽ എക്സിന്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എക്സ് 1 കിട്ടി, അഥവാ പി ഓഫ് 0 1 കിട്ടി. ഇനി എക്സിന്റെ പ്ലേസിൽ 1 ആണ് ഇട്ട് കൊടുത്തതെങ്കിൽ നമുക്ക് പി ഓഫ് 1 എന്തായിട്ട് കിട്ടും? 3 ആയിട്ട് കിട്ടി. ഇനി എക്സിന്റെ പ്ലേസിൽ 2 ആണ് ഇട്ട് കൊടുത്തപ്പോൾ പി ഓഫ് 2 എന്തായി കിട്ടി? 5 ആയിട്ട് കിട്ടി. ഇനി എക്സിന്റെ പ്ലേസിൽ 3 ഇട്ട് കൊടുത്തപ്പോൾ പി ഓഫ് 3 എന്തായിട്ട് കിട്ടി? 7 ആയിട്ട് കിട്ടി. അപ്പൊ എക്സിന്റെ പ്ലേസിൽ നമ്മൾ ഓരോ
വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ ആയിരിക്കും കിട്ടുക. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, ഏത് സംഖ്യയും 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുകയാണ് നമ്മൾ ആ ഒരു പോളിനോമിയലിൽ ചെയ്യുന്നത്. അപ്പോൾ എക്സ് 0, 1, 2, 3 എന്നീ സംഖ്യകൾ കൊടുക്കുമ്പോൾ 0 ഇട്ട് കൊടുത്തപ്പോൾ 1 കിട്ടി, 1 ഇട്ട് കൊടുത്തപ്പോൾ 3 കിട്ടി, 2 ഇട്ട് കൊടുത്തപ്പോൾ 5 കിട്ടി, 3 ഇട്ട് കൊടുത്തപ്പോൾ 7 കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂസ് മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ പി ഓഫ് എക്സിന്റെ വാല്യൂസും എന്താ മാറും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ഒരു ടേബിൾ ആയിട്ട് എഴുതാം. അപ്പൊ എക്സ് മാറുന്നതിനനുസരിച്ച് പി ഓഫ് എക്സ് മാറുന്നത് ഇങ്ങനെ ഒരു പട്ടികയായി കാണിക്കാം. കണ്ടോ, നമ്മൾ എക്സ് ഒരു കോളത്തിൽ കൊടുത്തു, എക്സും അതുപോലെ പി ഓഫ് എക്സും അങ്ങനെ 2 എണ്ണാക്കിയിട്ട് എഴുതി. എന്നിട്ട് എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോൾ കണ്ടോ, എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് പി ഓഫ് 0 എന്തായിട്ട് കിട്ടി? 1. അപ്പൊ അവിടെ പി ഓഫ് എക്സ് എന്താ? 1. 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 3 ആയിരുന്നു കിട്ടിയത്, 2 ഇട്ട് കൊടുത്തപ്പോൾ 5 ആയിരുന്നു കിട്ടിയത്, 3 ഇട്ട് കൊടുത്തപ്പോൾ 7 ആയിരുന്നു കിട്ടിയത്. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ ഇവിടെ എഴുതി, പി ഓഫ് എക്സിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ ഇവിടെ എഴുതി അല്ലെ. എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ പി ഓഫ് എക്സും എന്താവും? മാറിക്കൊണ്ടേയിരിക്കും. സോ ഇതിന് നമുക്കൊരു പിക്ചറിൽ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മള് പിക്ചറിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറയുന്നത്. എങ്ങനെയായിരിക്കും പിക്ചറിൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം വിലങ്ങനെയുള്ള ഒരു വര വരയ്ക്കുക. വിലങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈൻ വരയ്ക്കാം. ആൻഡ് മാർക്ക് ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് ഓൺ ഇറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ഒരേ അകലം ഇടവിട്ട് 0, 1, 2, 3 അങ്ങനെ അടയാളപ്പെടുത്തണം. ലാബലിംഗ് ദം 0, 1, 2, 3 ആൻഡ് സോ ഓൺ. അപ്പം ഇവിടെ നമുക്കറിയാം നമ്പർ ലൈൻ വരയ്ക്കാൻ അല്ലെ. 0, 1 അതുപോലെ 2, 3 അങ്ങനെ ഈക്വലി സ്പേസ് ഈക്വൽ ആയിരിക്കണം. Now from this point draw perpendiculars of heights p of 0, p of 1, p of 2, p of 3 and so on. എന്നിട്ട് എന്താ നമ്മളോട് പറഞ്ഞത്? ആ ഒരു സ്ഥാനങ്ങളിൽ നിന്ന് വിലങ്ങനെയുള്ള വരയിൽ എടുത്ത അകലം തന്നെ ഉപയോഗിച്ച പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3 എന്ന ഉയരങ്ങളിൽ ലംബം വരയ്ക്കാം. ആ സെയിം ഇതെടുത്ത് വെച്ചിട്ട് നമ്മൾ പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3 ആ വാല്യൂസ് നമുക്കറിയാലോ. അത് നമ്മൾ എന്ത് ചെയ്യും? വിത്ത് ദ സെയിം യൂണിറ്റ് ഓഫ് ലെങ്ത് യൂസ്ഡ് ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ. നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ ഏത് യൂണിറ്റ് ഓഫ് ലെങ്ത് ആണോ ഉപയോഗിച്ചത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഹൈറ്റ്സും വരയ്ക്കണം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പിക്ചർ കിട്ടിയത്. കണ്ടോ, നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വിലങ്ങനെയുള്ള ഒരു വര വരയ്ക്കുന്നു. അതാണ് ആദ്യം വിലങ്ങനെയുള്ള വര വരച്ചിട്ട് അതിൽ 0, 1, 2, 3 അങ്ങനെ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, 0, 1, 2, 3 പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം, നമ്മൾ ടേബിളിൽ നോക്കാം. 0 ഇട്ട് കൊടുത്തപ്പോൾ 1 ആണ്, 1 ഇട്ട് കൊടുത്തപ്പോൾ 3 ആണ്. കണ്ടോ, അപ്പൊ 0ന്റെ പ്ലേസിൽ ആ സെയിം യൂണിറ്റ് നമ്മൾ ഇവിടെ എന്താണ് എടുത്തത് ആ യൂണിറ്റ് തന്നെ വേണം നമ്മൾ ഇങ്ങനെയും എടുക്കാൻ. പി ഓഫ് എക്സ് ഡ്രോ ചെയ്യുമ്പോൾ അപ്പൊ ഇവിടെ നമ്മൾ 1 എടുത്തു. ഇനി പി ഓഫ് 1 എന്തായിരുന്നു? 3 ആയിരുന്നു നമുക്ക് ടേബിളിന്. സോ 3 യൂണിറ്റ് ഉള്ള ലൈന് വരയ്ക്കുന്നു. ഇനി നമ്മൾ നോക്കാം, പി ഓഫ് 2 5 ആയിരുന്നു, പി ഓഫ് 3 7 ആയിരുന്നു അല്ലെ. കണ്ടോ, അപ്പൊ 2ന്റെ അവിടെ 5ന്റെ ഒരു ലൈൻ വരച്ചു, 3ന്റെ അവിടെ 7ന്റെ ഒരു ലൈനും വരച്ചു. കണ്ടോ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആദ്യം നമ്മൾ വിലങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുക, അതിൽ ഒരേ അകലം ഇടവിട്ട് 0, 1, 2, 3 അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി ആ ഒരു സ്ഥാനങ്ങളിൽ നിന്ന് 0, 1, 2, 3 ആ ഒരു പ്ലേസിൽ നിന്ന് വിലങ്ങനെയുള്ള വരയിൽ എടുത്ത അകലം തന്നെ ആ ഒരു സെയിം മെഷർമെന്റ്സ് ആ ഒരു സെയിം യൂണിറ്റ് ഉപയോഗിച്ചിട്ട് എന്താണ് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3 എന്ന ഉയരങ്ങളിൽ ലംബം വരയ്ക്കും. അപ്പൊ 0ന്റേത് 1 ആയിരുന്നു, 1ന്റേത് 3 ആയിരുന്നു, 2ന്റേത് 5 ആയിരുന്നു, 3ന്റേത് 7 ആയിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ സെയിം ഈ ഒരു മെഷർമെന്റ്സ് വെച്ചിട്ട് തന്നെ വേണം നമുക്ക് വരയ്ക്കാൻ. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പിക്ചർ കിട്ടിയത്. അപ്പൊ നമുക്കൊരു പോളിനോമിയൽ ആയിരുന്നു തന്നത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 1 എന്ന് പറയുന്ന പോളിനോമിയൽ ആയിരുന്നു. അത് നമ്മൾ എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ പി ഓഫ് എക്സ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഹൊറിസോണ്ടലി ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നു, 0, 1, 2, 3 എന്ന് മാർക്ക് ചെയ്യുന്നു. അതിന്റെ കറസ്പോണ്ടിങ് പി ഓഫ് എക്സ് നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യുന്നു. ഇതാണ് നമ്മളെ ഈ ഒരു പിക്ചർ പറയുന്നത്, നമ്മളെ പോളിനോമിയലിന്റെ പിക്ചർ. ഇനി വി ക്യാൻ ടേക്ക് നെഗറ്റീവ് നമ്പേഴ്സ്. നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് 0, 1, 2, 3 അങ്ങനെയാണല്ലേ എടുത്തത്. നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കാം. ആൻഡ് എക്സ്റ്റെൻഡ് ദ ടേബിൾ ടു ദ ലെഫ്റ്റ്. എക്സ് ആയി ന്യൂനസംഖ്യകളും എടുക്കാമല്ലോ. അപ്പോൾ പട്ടിക ഇടത്തേക്കും നീട്ടാം. അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ എന്തായിരിക്കും? ഇടത് ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലോട്ടും പോകും. കാരണം നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് അറിയാലേ, നമ്പർ ലൈനില് ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 2, ഇവിടെ ഫുള്ള് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് അല്ലെ.
ഇവിടെ ഫുള്ള് റൈറ്റ് സൈഡിൽ ഫുള്ള് പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോന്നും കൊടുത്തു. 0, 1, 2, 3 നമ്മൾ ഓൾറെഡി കൊടുത്തതായിരുന്നു അല്ലെ. നമ്മുടെ പോളിനോമിയൽ എന്തായിരുന്നു? P of x is equal to 2x plus 1. ഇനി ഇവിടെ -1 ഇട്ട് കൊടുക്കുക. എങ്ങനെ? -1. അപ്പൊ നമുക്ക് P of -1 കിട്ടൂ അല്ലെ. 2 into -1 plus 1 എന്ന് വരും. 2 into -1 എന്താ? -2. -2 plus 1 which is equal to -1 എന്ന് കിട്ടും. കണ്ടോ? -1 ഇട്ട് കൊടുത്തപ്പോൾ എക്സിന്റെ പ്ലേസിൽ -1 ഇട്ട് കൊടുത്തപ്പോൾ P of -1 എന്താ കിട്ടിയത്? -1. കണ്ടോ? -1. ഇനി -2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? -2 ഇട്ട് കൊടുക്കുമ്പോൾ P of -2 എന്ന് പറയുന്നത് 2 into -2 plus 1 that is -4 plus 1 that is equal to -3. കണ്ടോ? -2 ഇട്ട് കൊടുത്തപ്പോൾ -3 കിട്ടി. ഇനി -3 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? P of -3 is equal to 2 into -3 plus 1 which is equal to -6 plus 1 which is equal to -5. കണ്ടോ? -5 -3 ഇട്ട് കൊടുത്തപ്പോൾ -5 കിട്ടി. അപ്പൊ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ എക്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P of x നമ്മൾ ടേബിളിൽ വരച്ചു. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ നമ്മളെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ഓൾറെഡി 0, 1, 2, 3 ചെയ്തത് അതിന്റെ എന്ത് ചെയ്തു? ലെഫ്റ്റിലോട്ട് നീട്ടി. ലെഫ്റ്റിലോട്ട് -1, -2, -3 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇതെങ്ങനെ വരയ്ക്കും? ഇവിടെ നമ്മൾ എന്താണ് P of x എങ്ങനെയായിരുന്നു ഡ്രോ ചെയ്തത്? അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിന് P of x എങ്ങനെ ഡ്രോ ചെയ്യാന്നുള്ളത് നോക്കാം. We showed positive values of P of x. P of x ന്റെ പോസിറ്റീവ് വാല്യൂസ് നമ്മൾ എങ്ങനെയാ ഡ്രോ ചെയ്തത്? ഡ്രോയിങ് പെർപെൻഡിക്കുലർസ് അപ്വാർഡ്, മുകളിലോട്ടാണ് അല്ലെ നമ്മൾ പെർപെൻഡിക്കുലർസ് ഡ്രോ ചെയ്തത്. ഈ നെഗറ്റീവ് വാല്യൂസ് P of x ന്റെ നെഗറ്റീവ് വാല്യൂസ് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് ഓഫ് P of x എങ്ങനെ ഡ്രോ ചെയ്യും? ഡൗൺവാർഡ്, താഴോട്ടാണ് ഡ്രോ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. അതിസംഖ്യകളായ P of x സൂചിപ്പിക്കാൻ ലംബങ്ങൾ വരച്ചത് മുകളിലേക്കായതുകൊണ്ട് ന്യൂനങ്ങളായ P of x താഴോട്ട് വരയ്ക്കാം. അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഒക്കെ നമ്മൾ മേലോട്ടായിരുന്നു വരച്ചത്, നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ താഴോട്ടാണ് വരയ്ക്കുക. കണ്ടോ? -1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്തായിരുന്നു? -1. -2 ഇട്ട് കൊടുത്തപ്പോൾ -3. -3 ഇട്ട് കൊടുത്തപ്പോൾ -5. അതാണ് നമ്മൾ ഇവിടെ ഡ്രോ ചെയ്തത്. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പെർപെൻഡിക്കുലർസ് നമ്മൾ എന്താണ്? താഴത്തോട്ടാണ് ഡ്രോ ചെയ്യുന്നത്. കണ്ടോ? -1 ഇട്ട് കൊടുത്തപ്പോൾ -1 ലെങ്ത്. -2 ഇട്ട് കൊടുത്തപ്പോൾ എത്രയാ? -3 ആണ്. ഇനി -3 ഇട്ട് കൊടുത്തപ്പോൾ എത്രയാ? -5. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുക. പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ റൈറ്റ് സൈഡിലായിരിക്കും, ലെഫ്റ്റ് സൈഡിലൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇതിന്റെ P of x നമ്മൾ ഡ്രോ ചെയ്യുക അപ്വാർഡാണ്. കാരണം അത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിന് നമ്മൾ ഡൗൺവേർഡിലോട്ടാണ് ഡ്രോ ചെയ്യുക, താഴോട്ടാണ് ഡ്രോ ചെയ്യുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ കഴിയൂ അല്ലെ. ഇനി look at the ends of these perpendiculars. ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ എൻഡുകൾ നോക്കുക. എൻഡുകൾ ജോയിൻ ദം യൂസിങ് എ റൂളർ. ഈ എല്ലാ എൻഡുകളും നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്കെയിൽ വെച്ചിട്ട് ഡ്രോ ചെയ്യുന്നു. എല്ലാ ഇതിന്റെയും നമ്മൾ P of x ന്റെയും അതിന്റെ എൻഡുകൾ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഈ ലംബങ്ങളുടെ അറ്റങ്ങൾ മാത്രം നോക്കൂ. സ്കെയിൽ വെച്ച് വരച്ചു നോക്കൂ. അതിന്റെ എൻഡ് നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ വെച്ചിട്ട് വരച്ചു. അതാണ് ഈ റെഡ് ലൈന് കാണിക്കുന്നത്. എല്ലാത്തിന്റെ എൻഡും കൂടെ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഡ്രോ ചെയ്തു. ഇനി നോക്കാം. ഇഫ് യു ടേക്ക് അതേ നമ്പേഴ്സ് എക്സ്, ഇനി നമ്മൾ എക്സിന് വേറെ നമ്പേഴ്സ് എടുക്കാം കേട്ടോ. വേറൊരു നമ്പേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ വിൽ ദ എൻഡ്സ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഓഫ് ലെങ്ത് P of x ബി സ്റ്റിൽ ഓൺ ദിസ് ലൈൻ? ഇനി എക്സിന് വേറൊരു വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ P of x ന്റെ ലെങ്ത് ആ ഒരു സെയിം ലൈനിലായിരിക്കുമോ എന്നാണ് ചോദിച്ചത്. എക്സ് മറ്റു സംഖ്യകൾ എടുത്താലും P of x എന്ന ഉയരത്തിൽ വരയ്ക്കുന്ന ലംബത്തിന്റെ അറ്റം ഈ വരയിൽ തന്നെ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ഒരു ലൈൻ റെഡ് ലൈൻ ഡ്രോ ചെയ്തു. അപ്പൊ എക്സ് നമ്മൾ വേറെ ഏതെങ്കിലും വാല്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൽ തന്നെ കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ എക്സിന് നമ്മൾ 1 3/4 എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മളെ പോളിനോമിയൽ എന്തായിരുന്നു? P of x is equal to 2x plus 1 ഗ്രാഫ് ആണ് അല്ലേ? അത് P of x is equal to 2x plus 1 നമ്മൾ വരച്ചത്. അപ്പൊ ഇവിടെ x 1 3/4 ഇട്ട് കൊടുക്കുക. ഈ 1 3/4 എന്ന് പറയുന്നത് മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ? അപ്പൊ അതിനെ ഇംപ്രോപ്പർ ആക്കാനൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചതാണ് അല്ലെ. 1 3/4 എന്ന് പറഞ്ഞാൽ 1 into 4 4, 4 plus 3 7 എന്ന് വരും. സോ 7/4. 7/4 ആണ് ഇതിനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കുമ്പോൾ. ഈ നമ്മൾ ഈ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. P of 1 3/4 എന്ന് പറയുന്നത് 2 into
1 3/4 പ്ലസ് 1. ഈ 1 3/4 എന്ന് പറയുന്നത് 7/4 അല്ലേ? യെസ്. സോ 2 into 7/4 പ്ലസ് 1 എന്ന് വരും. ഈ 2 4 നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 കിട്ടില്ലേ? യെസ്. സോ 7/2 പ്ലസ് 1. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യൂലേ? സോ 7 പ്ലസ് 2/2 എന്ന് വരും. ദാറ്റ് ഈസ് 9/2. 9/2 ആണ് നമുക്ക് ഈ ഒരു എക്സിന്റെ പ്ലേസിൽ 1 3/4 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. 9/2 എന്ന് പറയുന്നാൽ 9ന്റെ ഹാഫ് എന്താ? 4.5 അല്ലെ? 4.5 4.5 അല്ലെങ്കിൽ നമുക്ക് 4.5 എന്ന് എഴുതാം. 4 1/2. കാരണം എന്താ? ഇത് മിക്സ്ഡ് ഫ്രാക്ഷനിലാണ്. അപ്പൊ നമ്മൾ ഇതിനെയും മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കി. സോ 4 1/2 അല്ലെ? 4 into 2 8. 8 plus 1 9. 9/2 എന്ന് കിട്ടും അല്ലെ? സോ 4 1/2 ആണ്. ഈ പി ഓഫ് 1 3/4 പി എക്സിന്റെ പ്ലേസിൽ നമ്മൾ 1 3/4 ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പോളിനോമിയലിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്? 4 1/2 ആണ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ ചോദിച്ചത്? ഈ ഒരു 4 1/2 എന്ന് പറയുന്നതും ഈ ഒരു റെഡ് ലൈനിലായിരിക്കുമോ എന്നാണ്. അതിന്റെ നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോ ചെയ്യുമ്പോൾ അത് ആ സെയിം ലൈനിൽ തന്നെ ആയിരിക്കുമോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ വി ക്യാൻ മാർക്ക് 1 3/4 ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ. അത് നമുക്കറിയാം അല്ലെ? എക്സിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ 1 3/4 മാർക്ക് ചെയ്യണം. ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ എക്സിന്റെ വാല്യൂ 1 3/4 മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ടു മീറ്റ് ദ സ്ലാന്റഡ് ലൈൻ. ഇനി നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യണ്ടേ? വി വാണ്ട് ടു ചെക്ക് വെദർ ഇറ്റ്സ് ഹൈറ്റ് ഈസ് 4 1/2. അപ്പൊ ഈ 1 3/4 ഈ ഇവിടെ നമ്മളൊരു 1 3/4 ഉണ്ടെങ്കിൽ ഈ 1 3/4 നമ്മൾ ഡ്രോ ചെയ്യുന്ന പെർപെൻഡിക്കുലറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ലൈനിൽ കൂട്ടിമുട്ടു അല്ലെ? ആ കൂട്ടിമുട്ടുന്ന വാല്യൂ 4 1/2 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞത്. വിലങ്ങനെയുള്ള വരയിൽ 1 3/4 അടയാളപ്പെടുത്തുക. നമ്മളെ ഹൊറിസോണ്ടൽ ലൈനിൽ എക്സിന്റെ വാല്യൂ 1 3/4 അടയാളപ്പെടുത്തുക. ലംബം വരച്ച് ചുവന്ന വരയെ മുട്ടിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക. അത് ആ റെഡ് ലൈനിന് നമ്മൾ എന്ത് ചെയ്യും? മുട്ടിക്കും. ഈ ലംബത്തിന്റെ ഉയരം, അപ്പൊ ആ ഒരു ലംബത്തിന്റെ ഉയരം എന്ത് കിട്ടണം? 4.5 കിട്ടണം അല്ലെ? സോ 4.5 തന്നെയാണോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് 4.5 ആണ് നമ്മളെ പി ഓഫ് എക്സ് കിട്ടിയത് 1 3/4 ഇട്ട് കൊടുത്തപ്പോൾ. അപ്പൊ നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ 1 3/4 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക. ആ പെർപെൻഡിക്കുലർ ഈ റെഡ് ലൈനിൽ മീറ്റ് ചെയ്യുന്നത് 4.5 തന്നെയാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമ്മൾ എന്താ 1 3/4 മാർക്ക് ചെയ്തു. 1 3/4 എന്ന് പറയുമ്പോൾ ഇവിടെ വരും 2ന്റെ അടുത്തായിട്ട് വരും അല്ലെ? 1 3/4. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മളെ എക്സിലുള്ള 1 3/4. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? അത് ആ റെഡ് ലൈനിനെ മുട്ടിക്കാൻ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക. അപ്പോൾ സ്കെയിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. ഇനി ഈ കൂട്ടിമുട്ടിയത് ഇത് കൂട്ടിമുട്ടിയത് മുതൽ ഈ 1 3/4 വരെ ഇത് 4.5 ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 4.5 ആവണം. കാരണം നമ്മളെ പി ഓഫ് എക്സ് എന്താ? 4.5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെയിം ലൈനിൽ തന്നെയാണോ എല്ലാ എക്സിനും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂം ടച്ച് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഇഫ് വി ഡ്രോ അനദർ പെർപെൻഡിക്കുലർ ആസ് ഇൻ ദ പിക്ചർ. ഇനി നമ്മൾ വേറൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാണ്. വി ഗെറ്റ് ദ 2 റൈറ്റ് ട്രയാങ്കിൾസ്. അപ്പൊ നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? 1ന്റെ ഇവിടുന്ന് നമ്മൾ 2ന്റെ ഈ ഒരു ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലൈൻ ഡ്രോ ചെയ്തു. അതാണ് ഇവിടെ പറയുന്നത്. ചുവടെയുള്ള ചിത്രത്തിലെ പോലെ ഒരു ലംബവും കൂടി വരച്ചാൽ ചിത്രത്തിന്റെ മുകൾ ഭാഗത്ത് 2 മട്ട ത്രികോണങ്ങൾ കിട്ടുമല്ലോ. നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടും അല്ലെ? 2 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടും. ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു വലിയ റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെ നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ ഇത് രണ്ടും കൂടെ ഇവിടെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ എന്ത് കിട്ടി? 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി ഇവിടെ നോക്കുക. ദീസ് 2 ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ആംഗിൾ. ഈ 2 ട്രയാങ്കിൾസിനും ആംഗിൾസ് എന്താ? സെയിം ആണ്. ആൻഡ് സോ ദെയർ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. അതുകൊണ്ട് അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? നമ്മൾ സ്കെയിൽ ചെയ്യുന്നത് സെയിം ഫാക്ടർ വെച്ചിട്ടായിരിക്കും. ദ ലെങ്ത്സ് ഓഫ് സം ഓഫ് ദ സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈസിലി സീൻ. അപ്പൊ നമുക്ക് നോക്കാം. ഈ ത്രികോണങ്ങൾക്ക് ഒരേ കോണുകളാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിനാൽ ഇവയുടെ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലാണ്. അപ്പൊ അതിന്റെ സൈഡ്സിന്റെ മാറ്റം എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. 2 ത്രികോണങ്ങളുടെയും ചില വശങ്ങളുടെ നീളം
എളുപ്പം കാണാം. അപ്പൊ രണ്ട് ത്രികോണങ്ങളുടെയും ചില ലെങ്സ് നമുക്ക് എന്താണ് എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, ഇതായിരുന്നു നമ്മളെ പിക്ചർ അല്ലെ, ഇതായിരുന്നു നമ്മളെ പിക്ചർ. ഇവിടെ ആയിരുന്നു 1 3/4, ഇത് നമ്മളെ ട്രയാങ്കിൾസ്. ഇനി ഇവിടെ നോക്കാം, ഇത് എന്ന് പറയുന്നത് 3 അല്ലേ, കാരണം നമ്മളെ എക്സിന്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ പോളിനോമിയൽ ഏതായിരുന്നു, p of x is equal to 2x plus 1. ഇവിടെ നമ്മൾ എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 3 ആയിരുന്നു അല്ലെ കിട്ടിയത്. അതായിരുന്നു നമ്മൾ ഇത് ഡ്രോ ചെയ്തത്, 1 ഇട്ട് കൊടുത്തപ്പോൾ 3. സോ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ എക്സിന് 2 ഇട്ട് കൊടുത്തപ്പോൾ എന്തായിരുന്നു, 5 ആയിരുന്നു കിട്ടിയത് അല്ലെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് 2ന്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 5 ആണെന്ന് നമുക്കറിയാം. ഇനി 1 3/4 ആണ് ഇവിടെ അല്ലെ, 1 3/4 ആണ് ഇവിടെ. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾസിന്റെ ലെങ്തുകളാണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 3 ആണ്, ഇത് 3 ആണ്, ഇതിൻ്റെത് എന്താണ്, ഇതിൻ്റെത് 5 ആണ്, ഇത് ടോട്ടൽ 5 ആണ്. അപ്പൊ ഇവിടെ വരെ 3 ആണ്, ഇത് ടോട്ടൽ 5 ആണ്. ഈ ടോട്ടൽ 5ന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു 3, ഇവിടെ വരെയാണ് 3 വരുന്നത് അല്ലെ. ഈ ഒരു 3 സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി ഇത്ര എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലെ. ഇതുവരെയാണ് 3. സോ ഇത് മുതൽ ഇതുവരെ 3 ആണ് എന്ന് നമുക്കറിയാം, കാരണം ഇതുവരെ ഇതിന്റെ ലെങ്ത് 3 ആണ്. ഇനി എന്താ, ഇത് ടോട്ടൽ 5 അല്ലേ. സോ ഈ ഒരു 3 ഇതിൽ നിന്ന് പോക്കിയാൽ, ഇത്രയും ഭാഗമാണ് 3, ഈ 5ൽ നിന്നും ഈ ഒരു 3 പോക്കിയാൽ ബാക്കി എന്താ, 2 ആണ് ഉള്ളത് അല്ലെ. സോ ഇതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇതിന്റെ ലെങ്ത് ടോട്ടൽ 5 ആണ്. ഇത് മുതൽ ഇതുവരെ 2 ആണ്, ഇത് മുതൽ ഇതുവരെ 3 ആണ്. അപ്പൊ ഈ ഒരു സൈഡിന്റെ നമുക്ക് 2 ആണെന്ന് കിട്ടി അല്ലെ, അതിൻ്റെത് നമുക്ക് 2 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കാം, ഇവിടെ 1 മുതൽ 2 വരെ അല്ലേ. സോ 1 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെത് 1 ആണ് അല്ലെ, യൂണിറ്റ് 1, 2 - 1 1 ആണ്. അപ്പൊ ഇത് ടോട്ടൽ 1 ആണെന്ന് നമുക്കറിയാം. സോ കണ്ടോ, ഈ ഒരു സൈഡ് ടോട്ടൽ 1 ആണെന്ന് കിട്ടി, കണ്ടോ. ഇത് ഫുൾ, ഈ ഒരു സൈഡ് 2 ആണെന്ന് കിട്ടി, ഈ ഒരു സൈഡ് 1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇത് ഫുള്ളാണ് 1 അല്ലെ, ഇത് ഫുള്ളാണ് 1. ഇനി ഇത് മുതൽ ഇതുവരെ എത്രയായിരിക്കും, ഇത് മുതൽ ഇതുവരെ എന്താ, ഇവിടെ ടോട്ടൽ 1 ആണ്, ഇവിടെ എന്താ 1 3/4 ആണ് അല്ലെ. സോ 1 3/4 ആണ്. അപ്പം ഇവിടെ ടോട്ടൽ 1ഉം ഇവിടെ 1 3/4 ആണെങ്കിൽ ഇതെന്താണ്, 3/4 അല്ലേ ആവുക. സോ ഇത് മുതൽ ഇതുവരെ 3/4 ആണ്, ഇത് മുതൽ ഇതുവരെ ടോട്ടൽ 1 ആണ് എന്നും കിട്ടി. അപ്പൊ ഇത്രയും ലെങ്തുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ. സോ ഇവിടെ എന്താണ്, ഇത് 3 ആണെന്ന് കിട്ടി, ഇത് 2 ആണ്, ഈ ഒരു സൈഡ് 2 ആണെന്ന് കിട്ടി, ഈ ഒരു സൈഡ് ഇത് മുതൽ ഇതുവരെ 3/4 ആണെന്ന് കിട്ടി, ഇത് ഫുള്ള് 1 ആണെന്ന് നമുക്ക് കിട്ടി. ഈ എന്താ പറയുന്നത്, ദ ബോട്ടം സൈഡ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ഈസ് 3/4 ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ. അപ്പൊ വലിയ ത്രികോണത്തിന്റെ താഴത്തെ വശത്തിന്റെ 3/4 ഭാഗമാണ് ചെറിയ ത്രികോണത്തിന്റെ താഴത്തെ വശം. അപ്പൊ ഇങ്ങനെയും നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, ഇതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ്, ഇവിടെയും നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ്. അപ്പം ഇത് 3/4 ആണ്, ഇവിടെ എന്താണ്, ടോട്ടൽ 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എന്താ കിട്ടിയത്, വലിയ ത്രികോണത്തിന്റെ താഴത്തെ വശത്തിന്റെ 3/4 ഭാഗമാണ് ചെറിയ ത്രികോണത്തിന്റെ താഴത്തെ വശം എന്ന് പറയുന്നത്. സോ ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡ് മസ്റ്റ് ഓൾസോ ബി 3/4 ഓഫ് ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ. അപ്പോൾ ചെറിയ ത്രികോണത്തിന്റെ കുത്തനെയുള്ള വശവും വലിയ ത്രികോണത്തിന്റെ കുത്തനെയുള്ള വശത്തിന്റെ 3/4 ഭാഗം തന്നെ ആകണമല്ലോ. അതാണ് നമ്മളോട് ഈ ഒരു ഫിഗറിൽ നമുക്ക് 2 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടി, നമ്മൾ എല്ലാത്തിന്റെ വാല്യൂസും, ഇങ്ങനെ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വാല്യൂസ് ഒക്കെ കിട്ടി. അപ്പൊ വലിയ ത്രികോണത്തിന്റെ താഴത്തെ വശത്തിന്റെ 3/4 ഭാഗമാണ് ചെറിയ ത്രികോണത്തിന്റെ താഴത്തെ വശം എന്നുള്ളത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ചെറിയ ത്രികോണത്തിന്റെ കുത്തനെയുള്ള വശവും അതിന്റെ കുത്തനെയുള്ള വശവും എന്തായിരിക്കും, വലിയ ത്രികോണത്തിന്റെ കുത്തനെയുള്ള വശത്തിന്റെ 3/4 ഭാഗം തന്നെ ആകണം. ഇനി സോ ദ ലെങ്ത് ഓഫ് ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ഈസ്, അതുകൊണ്ട് ചെറിയ ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡിന്റെ ലെങ്ത് എന്ത് കിട്ടി, 2 × 3/4 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 എന്ന് കിട്ടി. 2 × 3/4 2 × 3/4 1.5 എന്ന് കിട്ടി ചെറിയ ഇതിന്റെ
നമ്മൾക്ക് വെർട്ടിക്കൽ സൈഡ്. അപ്പൊ എന്താ പറഞ്ഞത്, ചെറിയ ത്രികോണത്തിന്റെ കുത്തനെയുള്ള വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 2 × 3/4 ആയിരിക്കും. ഇവിടെ നമ്മൾ എന്താണ് ഇതും ക്യാൻസൽ ചെയ്താൽ 3/2 എന്ന് കിട്ടും. 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. അതുകൊണ്ട് ചെറിയ ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കാം, കണ്ടോ 1.5. ഇതിന്റെ നമുക്ക് ചെറിയ ട്രയാങ്കിളിന്റെ വെർട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് 1.5 ആണ് എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ ഇതിനെ 2 റൈറ്റ് ട്രയാങ്കിൾസ് ആക്കി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 3/4 ആണെന്ന് കിട്ടിയിരുന്നു, ഇവിടെ നമുക്ക് 2 ആണെന്ന് കിട്ടിയിരുന്നു. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, 2 × 3/4 ചെയ്തു. സോ ഇറ്റ് ഈസ് 1.5 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 1.5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1.5 ഇത് മുതൽ ഇതുവരെ എത്രയാ 3 അല്ലേ. സോ 3 1.5 കൂടെ ആഡ് ചെയ്താൽ എത്രയാ 4.5. അതുകൊണ്ട് ഈ ഒരു 1 3/4 ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ എക്സിന്റെ പ്ലേസിൽ 1 3/4 ഇട്ട് കൊടുത്തപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ഈ റെഡ് ലൈനിൽ ടച്ച് ചെയ്യുന്ന അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.5 ആണെന്ന് കിട്ടി. അത് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പോളിനോമിയലിൽ 1 3/4 ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളത് 4.5 ആണ്. പക്ഷെ 4.5 ആണെന്ന് ചെക്ക് ചെയ്തതാണ് നമ്മൾ ഇവിടെ. നമ്മൾ അതിനെ 2 റൈറ്റ് ട്രയാങ്കിൾസ് ആക്കി. എന്നിട്ട് ഇതിന്റെ വെർട്ടിക്കൽ സൈഡിന്റെ മെഷർമെന്റ്, ഈ ഒരു മെഷർമെന്റ് കിട്ടിയാലേ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് 3 ആണെന്ന് നമുക്കറിയാം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു മെഷർമെന്റ് കിട്ടണം. അത് നമുക്ക് 1.5 ആണെന്ന് കിട്ടി. സോ 3 1.5 കൂടെ ആഡ് ചെയ്തപ്പോൾ 4.5 ആണെന്ന് കിട്ടി. അങ്ങനെ നമുക്ക് 1 3/4 ആ ഒരു പോളിനോമിയലിൽ നമ്മൾ എക്സിന് 1 3/4 ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള p(x) എന്ന് പറയുന്നത് 4.5 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് 4.5 ആണെന്ന് ചെക്ക് ചെയ്തതാണ് നമ്മൾ ഇത്രയും നേരം. ഇനി നമ്മൾ നോക്കാം, this gives the length of the perpendiculars from the point 1 3/4 on the horizontal line to the red. അപ്പൊ 1 3/4 നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ മാർക്ക് ചെയ്തിട്ട് ആ റെഡ് ലൈനിൽ ടച്ച് ചെയ്യുന്നത് വരെയുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് 3 1.5 കൂടെ ആഡ് ചെയ്തിട്ട് 4.5 എന്ന് കിട്ടും. ഇനി turning the statement around, we can say that if from the point 1 3/4 on the horizontal line we draw a perpendicular of height p of 1 3/4 എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 അല്ലെ, 4.5, then its end is on the red line. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, അപ്പൊ 1 3/4 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എന്ന് റെഡ് ലൈനിലോട്ടുള്ള അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.5 തിരിച്ചു പറഞ്ഞാൽ താഴത്തെ വരയിലെ x is equal to 1 3/4 എന്ന സ്ഥാനത്ത് നിന്ന് 4.5 നമ്മൾ 4.5 ആ ഒരു 1 3/4 നമ്മൾ 4.5 ഉള്ള ഒരു ലെങ്ത് ഉള്ള പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുമ്പോൾ എന്ന ഉയരത്തിൽ വരയ്ക്കുന്ന ലംബത്തിന്റെ അറ്റം ചുവന്ന വരയിൽ തന്നെയാണ്. ഇത്രയും നേരം നമ്മൾ അതാണ് നോക്കിയത്. നമ്മൾ ഏതൊരു ആ ഒരു എക്സിന്റെ പ്ലേസിൽ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്താലും ആ റെഡ് ലൈനിൽ അതിന്റെ ഇത് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത്. സോ 1 3/4 ഇട്ട് കൊടുത്തപ്പോൾ 4.5 ആ ലെങ്ത് 4.5 ആണ്. അത് തന്നെയാണ് കറക്റ്റ് ആ റെഡ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി in the same way we can see whatever number, റാഷണൽ ആണെങ്കിലും ഇറാഷണൽ ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ x ആക്കിയിട്ട് എടുത്താലും the end of the perpendicular of length p of x drawn from the point corresponding to x on the horizontal line would be on the red line. അപ്പൊ അതെന്തായിരിക്കും, റെഡ് ലൈനിലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ ഈ എക്സിന്റെ ഏതൊരു വാല്യൂ എടുത്താലും, എക്സിന് നമ്മൾ ഏതൊരു വാല്യൂ എടുത്താലും, ഭിന്നകമോ അഭിന്നകമോ അത് റാഷണലോ ഇറാഷണലോ ഏതൊരു നമ്പർ എടുത്താലും വിലങ്ങനെയുള്ള വരയിൽ ആ സ്ഥാനത്ത് നിന്ന് p(x) ഉയരത്തിൽ അല്ലെങ്കിൽ താഴ്ചയിൽ വരയ്ക്കുന്ന ലംബത്തിന്റെ അറ്റം, ആ ഒരു അറ്റം എന്ന് പറയുന്നത് ചുവന്ന വരയിൽ തന്നെ ആണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി this line is called the graph of the polynomial. ആ ഒരു ലൈനെയാണ് നമ്മൾ ആ ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫ് എന്താന്നുള്ളതിനെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അതിന് ആ ഒരു ലൈനെയാണ് ആ ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് ഏതായിരുന്നു പോളിനോമിയൽ? p(x) is equal to 2x plus 1 ആയിരുന്നു. അപ്പൊ p(x) is equal to 2x plus 1ന്റെ ഗ്രാഫ് ആണ് ആ ഒരു ലൈന് എന്ന് പറയുന്നത്. Usually when we draw graphs like this, only the ends of the perpendicular are marked instead of drawing the whole perpendicular and then these points are joined. എന്താ പറഞ്ഞത്? അപ്പൊ നമ്മൾ എന്തായിരുന്നു
ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് എക്സ് പെർപെൻഡിക്കുലേഴ്സ് ഒക്കെ ഡ്രോ ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്രാഫിന്. അവിടെ നമ്മൾ ആ ഒരു പോയിന്റുകൾ മാത്രം, നമുക്ക് ആ ഒരു എൻഡുകൾ മാത്രം മതി. ഓക്കെ, എൻഡുകൾ മാത്രം മതി, ഇങ്ങനെ ലൈന് വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ വരയെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x+1 ആയിരുന്നു നമ്മളെ പോളിനോമിയൽ ആ ഒരു ബഹുപദത്തിന്റെ ചിത്രരൂപം. അതിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു റെഡ് ലൈൻ നമുക്കൊരു ഗ്രാഫ് ആയിട്ട് കിട്ടിയില്ലേ, ആ ലൈനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. സാധാരണയായി ഈ ഒരു ചിത്രരൂപം വരയ്ക്കുമ്പോൾ ലംബങ്ങൾ വരയ്ക്കാതെ അവയുടെ അറ്റങ്ങൾ മാത്രം അടയാളപ്പെടുത്തി അവ ചേർത്ത് വരയ്ക്കുകയാണ് പതിവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ ലൈൻസ് ആക്കിയിട്ട് ഡ്രോ ചെയ്യണ്ട, ഇങ്ങനെ ലൈനുകൾ വേണ്ട, അതിന്റെ ഈ ഒരു അറ്റങ്ങൾ മാത്രം മതി. ഈ അറ്റങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ എന്താണ് ഡ്രോ ചെയ്യാണ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഗ്രാഫ് എന്താന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഗ്രാഫ് ഡ്രോ ചെയ്യാൻ നമുക്ക് ആ ഒരു അറ്റങ്ങൾ മാത്രം, ആ ഒരു എൻഡുകൾ മാത്രം മതി. ഓക്കെ, to see the heights, a perpendicular to the horizontal line is drawn through the point denoting 0 and distances marked on it with respect to the same unit used in the horizontal line. എന്താ പറയുന്നത്? ഉയരങ്ങൾ മനസ്സിലാക്കാൻ, അതിന്റെ ഒരു ഹൈറ്റ് മനസ്സിലാക്കാൻ വിലങ്ങിനെ സംഖ്യകൾ അടയാളപ്പെടുത്തിയ വരയിൽ 0 എന്ന സ്ഥാനത്തിലൂടെ ലംബം വരച്ച് അതിലൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക, അതിലും അതേ അകലം ഇടവിട്ട് സംഖ്യകൾ അടയാളപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഇത് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈന് മാത്രമായിരുന്നു ഡ്രോ ചെയ്തത്. ഇനി 0-ലൂടെ നമ്മൾ ഒരു ലൈനും കൂടെ ഡ്രോ ചെയ്യും, വേർട്ടിക്കലി ഒരു ലൈനും കൂടെ ഡ്രോ ചെയ്യുന്നു. ഇനി എന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അറ്റങ്ങൾ മാത്രം മതി. നമ്മളെ പോളിനോമിയൽ എന്തായിരുന്നു? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x+1 ആയിരുന്നു. അപ്പൊ 1 ഇട്ട് കൊടുത്തപ്പോൾ എന്തായിരുന്നു? 0 ഇട്ട് കൊടുത്തപ്പോൾ 1 ആയിരുന്നു. പി ഓഫ് 1 ഇട്ട് കൊടുത്തപ്പോൾ 2 × 1 + 1 ദാറ്റ് ഈസ് 3 ആയിരുന്നു. പി ഓഫ് 2 ഇട്ട് കൊടുത്തപ്പോൾ എന്തായിരുന്നു? 2 × 2 4, 4 + 1 5 ആയിരുന്നു. ഇനി -1 ഇട്ട് കൊടുത്തപ്പോൾ എന്തായിരുന്നു? 2 × -1 -2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്നായിരുന്നു. ഇനി പി ഓഫ് -2 ഇട്ട് കൊടുത്തപ്പോൾ എന്തായിരുന്നു? 2 × -2 എന്ന് പറയുമ്പോൾ -4 + 1 -3. അങ്ങനെ ഓരോ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ഓരോന്നിന്റെയും പെർപെൻഡിക്കുലേഴ്സ് ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ എൻഡ് മാത്രം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ഡ്രോ ചെയ്യുക. ഹൊറിസോണ്ടലി ലൈൻ ഡ്രോ ചെയ്യുക, വെർട്ടിക്കലി ലൈൻ ഡ്രോ ചെയ്യുക. ഇവിടെ നമുക്കറിയാം ഹൊറിസോണ്ടലി ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ റൈറ്റ് സൈഡിലായിരിക്കും, നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇനി വെർട്ടിക്കലി ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ അതിന്റെ മേലെയൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, താഴെ ഫുള്ള് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇനി എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്താ? 1 ആണ്. സോ 0 ഇട്ട് കൊടുത്തപ്പോൾ എക്സ് 0യും വൈ 1ഉം, വൈന്റെ ഇവിടെ അഥവാ പി ഓഫ് എക്സ്, ഇത് പി ഓഫ് എക്സ് ആക്കിയിട്ട് എടുക്കുക, ഇത് 1. അപ്പൊ നമ്മളെ പോയിന്റ് ഇവിടെ വരും. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എക്സ് 0, മറ്റേത് 1. സോ 0 1, ഇത് 0 ആവണം, ഈ ഒരു ആക്സിസ് 0 ആവണം, ഈ ഒരു ആക്സിസിൽ 1ഉം ആയിരിക്കണം. അപ്പൊ ഈ ഒരു പോയിന്റിൽ വരും. ഇനി 1ഉം 3ഉം ആണ് അടുത്ത പോയിന്റ്സിലെ. എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ എക്സ് 1 ആയപ്പോൾ പി ഓഫ് എക്സ് 3 ആണ്. അപ്പൊ നമ്മളെ പോയിന്റ് ഇവിടെയാണ് വരിക. 1ന്റെയും 3ന്റെയും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു പ്ലേസിൽ വരും. ഇനി 2 ഇട്ട് കൊടുത്തപ്പോൾ 5 അല്ലേ? സോ 2 ഇട്ട് കൊടുക്കുമ്പോൾ 5 ആണ്. അപ്പൊ എക്സ് 2 ഇട്ട് കൊടുക്കുമ്പോൾ വൈ 5 ആണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ ഈ ഒരു പി ഓഫ് എക്സ് 5 ആണ്, ആ ഒരു പോയിന്റിലായിരിക്കും വരിക. ഇനി -1 ഇട്ട് കൊടുത്തപ്പോൾ -1 ആണ്. സോ നമ്മളെ പോയിന്റ്സ് എന്ന് പറയുന്നത് -1 -1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? -1 -1 രണ്ടിന്റെയും കൂടെ, 2 നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെയാണ് വരിക. എക്സ് നെഗറ്റീവ് ആണ്, വൈന്റെ വെർട്ടിക്കൽ ലൈനും നെഗറ്റീവ് ആണ്. സോ നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വരും. ഇനി എന്താ? -2 ഇട്ട് കൊടുത്തപ്പോൾ -3 അല്ലേ കിട്ടിയത്? -2ഉം -3ഉം. Therefore, -2ഉം -2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് -3. 2 × -2 + 1 that is -4 + 1 which is equal to -3. അപ്പൊ നമ്മൾ എക്സിന്റെ പ്ലേസിൽ -2 ഇട്ട് കൊടുക്കുമ്പോൾ y എന്താ?
3 ആണ്. പി ഓഫ് എക്സ് -3 ആണ്. കണ്ടോ, എൻഡുകൾ ആ ഒരു ഡോട്ട്സുകൾ മാത്രം നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു സ്കെയിൽ വെച്ചിട്ട് എല്ലാം കൂടെ എല്ലാ പോയിന്റ്സും കൂടെ കിട്ടുന്നത് ഒരു ലൈൻ ആയിട്ട് ഡ്രോ ചെയ്യുക. ഇങ്ങനെയാണ് ഗ്രാഫ് ഡ്രോ ചെയ്യേണ്ടത്. ഇവിടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഗ്രാഫ് എങ്ങനെ ഡ്രോ ചെയ്യുക, ഇതൊക്കെ എങ്ങനെയാണ് കിട്ടിയത് എന്നാണ്. ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി. കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് ഡ്രോ ചെയ്യാന്നുള്ളത് മാത്രം മതി. സോ ഗ്രാഫ് ഡ്രോ ചെയ്യൽ ഇങ്ങനെയാണ്. നമുക്കൊരു പോളിനോമിയൽ തരും. ആ പോളിനോമിയലിൽ എക്സിന്റെ പ്ലേസിൽ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് എക്സ് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ എക്സും കിട്ടി, അതിന്റെ പി ഓഫ് എക്സും കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുന്നു, ഒരു വെർട്ടിക്കൽ ലൈൻ ഡ്രോ ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ലൈനിൽ എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും പോസിറ്റീവ് നമ്പേഴ്സ്, നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതുപോലെ വെർട്ടിക്കൽ ലൈനിൽ മേലെ ആയിരിക്കും പോസിറ്റീവ് നമ്പേഴ്സ്, താഴെ ആയിരിക്കും നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ്സുകൾ ഉണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒക്കെ കൂടെ കൂട്ടിമുട്ടുമ്പോൾ ഒക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുക. അതാണ് നമ്മൾ ഈ ഒരു പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 1 എന്ന് പറയുന്നതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഏതൊരു പോളിനോമിയൽ തന്നാലും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റണം. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോ ഏതൊരു പോളിനോമിയൽ തന്നാലും നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ ഇനി ഗ്രാഫ് തന്നിട്ട് അത് ഏതാണ് പോളിനോമിയൽ എന്നും നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ വരയ്ക്കുക എങ്ങനെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഗ്രാഫ് ഇങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യുക. മറ്റൊന്നും നമ്മൾ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ജസ്റ്റ് എങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് പഠിക്കേണ്ടത്. എങ്ങനെയാണ് പോളിനോമിയൽ തന്നാൽ ഗ്രാഫ് ഡ്രോ ചെയ്യുക. തിരിച്ചു നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രാഫ് തന്നിട്ട് എങ്ങനെയാണ് നമ്മൾ പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. In the same way we can see that the graph of any first degree polynomial is a straight line. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു അല്ലെ, ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് നമുക്ക് എന്താ കിട്ടിയത്, സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു കിട്ടിയത്. We need only 2 points to draw a line. അപ്പൊ ആ ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ നമുക്ക് 2 പോയിന്റ്സ് മതി. So to draw the graph of a first degree polynomial, we need only take 2 numbers as x. അപ്പൊ x ന്റെ പ്ലേസിൽ നമ്മൾ 2 നമ്പേഴ്സ് എടുത്താൽ മതി. And compute the numbers got from the polynomial. എന്നിട്ട് ആ എക്സിന്റെ നമ്പേഴ്സ് നമ്മൾ എടുത്ത 2 നമ്പേഴ്സും ആ പോളിനോമിയലിൽ ഇട്ട് കൊടുക്കാം. സോ ഇതേ രീതിയിൽ തന്നെ ഏത് ഒന്നാം കൃതി ബഹുപദത്തിന്റെയും ചിത്രരൂപം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ, നേർവരയാണെന്ന് കാണാം. ഒരു വര വരയ്ക്കാൻ 2 ബിന്ദുക്കൾ മതിയല്ല, അപ്പൊ 2 പോയിന്റ്സ് മതി ഒരു വര വരയ്ക്കാൻ. അപ്പോൾ ഒരു ഒന്നാം കൃതി ബഹുപദത്തിന്റെ ചിത്രരൂപം വരയ്ക്കാൻ എക്സ് ആയി ഏതെങ്കിലും 2 സംഖ്യകൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബഹുപദത്തിൽ നിന്ന് കിട്ടുന്ന സംഖ്യകൾ കണക്കാക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എങ്ങനെ ഡ്രോ ചെയ്യാന്നുള്ളത് പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യുക, എക്സ് എടുക്കുക, എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് എക്സ് കിട്ടും. അതൊക്കെ നമ്മളെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് കിട്ടുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മളെ പോളിനോമിയൽ x + 1 അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സിന് 2 വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 0യും 1 ഇട്ട് കൊടുത്താല് പി ഓഫ് 0 എന്തായിരിക്കും, പി ഓഫ് 0 എക്സിന്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇനി എക്സിന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുത്താൽ എന്ത് വരും, പി ഓഫ് 1 ഈസ് ഈക്വൽ ടു എക്സിന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക. സോ 1 + 1 ഈസ് ഈക്വൽ ടു 2. സോ 0 ഇട്ട് കൊടുത്തപ്പോൾ 1 ആണ് കിട്ടിയത്. ഇനി 1 ഇട്ട് കൊടുത്തപ്പോൾ 2 ആണ് കിട്ടിയത് അല്ലെ. 0 ഇട്ട് കൊടുത്തപ്പോൾ 1 കിട്ടി, 1 ഇട്ട് കൊടുത്തപ്പോൾ 2 കിട്ടി. അപ്പൊ നമ്മളെ ഗ്രാഫ് എങ്ങനെ വരും നമുക്കറിയാം. എങ്ങനെയാണെങ്കിലും ഗ്രാഫ് ഡ്രോ ചെയ്യുക ഈ ഒരു മെത്തേഡാണ്. എക്സ് ആക്സിസ് ഡ്രോ ചെയ്യുക, വൈ ആക്സിസ് ഡ്രോ ചെയ്യുക, എന്നിട്ട് നമ്പേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് കിട്ടിയ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക, 0യും 1ഉം. അപ്പൊ എക്സ് 0 ആവുമ്പോൾ വൈ 1 ആണ്. കണ്ടോ, എക്സ് 0 ആവുമ്പം വൈ ഒരു നമ്പർ ആണെങ്കിൽ അത് എപ്പോഴും ആ ഒരു പോയിന്റ് എപ്പോഴും ഈ ഒരു വൈ ആക്സിസിലായിരിക്കും, വെർട്ടിക്കൽ ലൈനിലായിരിക്കും. ഇനി തിരിച്ചാണെങ്കിലോ എക്സ് 0 ആണ്, വൈ 0 ആണ്, എക്സ് ഒരു നമ്പർ ആണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 0 ഇവിടെ വൈ 0 അല്ലേ, അടുത്ത പോയിന്റ് അല്ലേ 0. അപ്പൊ 2 0 എക്സ് 2 ആണ്, വൈ 0 ആണ്. അപ്പൊ അതെന്തായിരിക്കും, എക്സ് ആക്സിസിൽ. അപ്പൊ ഏതാണോ നമ്പർ ഉള്ളത് ആ ആക്സിസിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞത്
ഇവിടെ നമ്മളോട് പറഞ്ഞത് 0 1 ആണ്. അപ്പൊ വൈന്റെ ആക്സിസിലായിരിക്കും, കാരണം വെർട്ടിക്കൽ ലൈനിലായിരിക്കും ഉണ്ടാവുക, കാരണം അവിടെയാണ് നമ്പർ ഉള്ളത്. കണ്ടോ? സോ ഇവിടെ വരും നമ്മളെ പോയിന്റ്. അടുത്ത പോയിന്റ് എന്താ? 1ഉം 2ഉം ആണ് അല്ലെ. സോ x1 ആവുമ്പോൾ y2. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം ഇങ്ങനെ നോക്കാം. കണ്ടോ? പോയിന്റ് ഇവിടെ കിട്ടും. അപ്പൊ ഈ 2 പോയിന്റും കിട്ടിയല്ലോ. ഇനി ഈ 2 പോയിന്റും കൂടെ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഡ്രോ ചെയ്യുന്നു. അപ്പൊ സ്കെയിൽ വെച്ചിട്ട് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈന് കിട്ടും. ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. കണ്ടോ? 2 പോയിന്റിലും കൂടെ പാസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നമ്മളെ പോളിനോമിയൽ എന്തായിരുന്നു? p of x is equal to x plus 1 ആയിരുന്നു. ഇതും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതുകൊണ്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് കിട്ടി. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യുക. സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചൊക്കെ ജസ്റ്റ് കൺഫ്യൂഷൻ ആവുകയേ വേണ്ട. നമുക്കിങ്ങനെ പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് ഡ്രോ ചെയ്യാൻ പഠിച്ചാൽ മതി. അപ്പൊ എക്സ് ആക്സിസ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുക, വൈ ആക്സിസ് അഥവാ വെർട്ടിക്കൽ ലൈൻ ഡ്രോ ചെയ്യുക, പോയിന്റ്സുകൾ മാർക്ക് ചെയ്യുക, നമ്പേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം പോയിന്റ്സുകളൊക്കെ കറസ്പോണ്ടിങ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള p of x ന്റെ വാല്യൂസ് കിട്ടും. അതൊക്കെ കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലില്. ഇനി on the other hand, it is not difficult to get the first degree polynomial from its graph. ഇനി തിരിച്ച് നമ്മൾ പറഞ്ഞു ഗ്രാഫ് തരും, ഗ്രാഫ് തന്നിട്ട് അതേതാ പോളിനോമിയൽ എന്ന് ഫൈൻഡ് ചെയ്യാനുണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രാഫ് നോക്കാം. ഈ ചിത്രരൂപത്തിൽ നിന്ന് ബഹുപദം കണക്കാക്കണം, പോളിനോമിയൽ കാണണം. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ പോളിനോമിയൽ കാണും? ഇവിടെ നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്, പോളിനോമിയൽ കാണും. ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, 2ല്. ഇവിടെ -1 ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആ 2 പോയിന്റ്സും കിട്ടൂലേ? ഇത് 2ലാണ്. അപ്പൊ x ആണ് 2, y എന്തായിരിക്കും? 0 ആയിരിക്കും, കാരണം ആ പോയിന്റ് എക്സിലാണുള്ളത്. ഇനി x എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് x ആക്സിസ്, ഇതാണ് y ആക്സിസ്. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. ഇനി y ആക്സിസിലാണ് ഈ ഒരു പോയിന്റ് കിടക്കുന്നത് -1. അപ്പൊ അത് രണ്ടാമത് എഴുതണം. ഓക്കെ, എപ്പോഴും നമ്മൾ പോയിന്റ് ചെയ്ത XY ഫോമിലാണ്. XY ഫോമിലാണ്. x ആണ് എപ്പോഴും ആദ്യം എഴുതുക, y ആണ് നമ്മൾ രണ്ടാമത് എഴുതുക. സോ ഇവിടെ y ആണ് -1, x എന്താണ്? 0 ആണ്. സോ 0 -1. കണ്ടോ? ആ 2 പോയിന്റ്സ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? ലെറ്റ്സ് ഡിനോട്ട് ബൈ p of x. നമുക്കറിയാം x-മായി നമ്മൾ ഇവിടെ പറയുന്നത് x-ഉം p of x ആണ് അല്ലെ. The polynomial with this graph, then we can see from the picture that p of 0 is equal to -1. നമുക്കറിയാം p of x ആണ് നമ്മളെ പോളിനോമിയൽ. അപ്പൊ x-ന് 0 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? -1 ആണ്. ഇനി x-ന് 2 ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 0 ആണ്. അതാണ് നമ്മളോട് ഇവിടെ പറഞ്ഞത് p of 0 is equal to -1 ആണെന്നും നമ്മളെ കയ്യിലുണ്ട്, p of 2 is equal to 0 ആണെന്നും നമ്മളെ കയ്യിലുണ്ട്. കണ്ടോ? പോളിനോമിയലില് 0 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 2 കിട്ടി. അതുപോലെ x-ന് 0 ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ -1 കിട്ടി. ഇനി അതുപോലെ x-ന് 2 ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ആ പോളിനോമിയൽ എന്തായിട്ട്? 0 ആയിട്ട് മാറി. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടിയതാണ്. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? പോളിനോമിയൽ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ബഹുപദം p of x എന്ന് എടുക്കാം. അപ്പോൾ p of 0 എന്ന് പറയുന്നത് -1 ആണ്, p of 2 എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് പിക്ചറിന് കിട്ടി. ഇനി ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലെ, കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ നമുക്ക് തന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെന്നും നമുക്ക് ഉണ്ട്. അപ്പൊ ഇനി ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫോം എപ്പോഴും ഓർത്ത് വെക്കുക, p of x is equal to ax plus b ആയിരിക്കും അല്ലെ. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരുന്നു 2x plus 1. ഉണ്ടോ? എക്സിന്റെ മുന്നേ ഒരു നമ്പർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വേറൊരു നമ്പറും. അപ്പൊ ഇത് ax plus b ഫോമിലല്ലേ? യെസ്, ax plus b ഫോമില്. അപ്പൊ ഈ ഒരു ഫോമില് ഒരു എക്സ് മാത്രമാണെങ്കിൽ, അതിന്റെ പവർ 1 ആണെങ്കിൽ അവിടെ എന്താ? ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഫസ്റ്റ് ഡിഗ്രി, അതിന്റെ എക്സിന്റെ പവർ, വേരിയബിളിന്റെ പവർ എന്താ? 1 ആണ്, 2 അല്ല. ഇപ്പൊ ax² ഉണ്ടെങ്കിൽ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കൂല, എക്സിന്റെ പവർ 1 ആവണം. സോ p of x is equal to ax plus b ആണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം. അപ്പം നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇവിടെ എയും ബിയും അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. എന്റെയും ബിന്റെയും വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പോളിനോമിയൽ ഏതാന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്റെയും ബിന്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം.
നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? പി ഓഫ് 0 ഈസ് ഈക്വൽ ടു -1 ആണെന്നുണ്ട്, പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ട്. നമ്മളെ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ. അപ്പൊ നോക്കാം, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ്, കാരണം ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ പി ഓഫ് 0ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? -1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫോമിലോട്ട് എക്സിന്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുമ്പോഴല്ലേ അത് പി ഓഫ് 0 ആവുക. സോ എക്സിന്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുന്നു. സോ പി ഓഫ് 0 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0 പ്ലസ് ബി. ബി മാത്രമായി. സോ പി ഓഫ് 0 എന്ന് പറയുന്നത് ബി ആണ് എന്ന് കിട്ടി. പി ഓഫ് 0 എന്ന് പറയുന്നത് എന്താ? -1 ആണ് അല്ലെ? സോ ബി എന്ന് പറയുന്നത് -1 ആണ് എന്ന് കിട്ടി. കണ്ടോ, പി ഓഫ് 0 -1 ആയതുകൊണ്ട് പി ഓഫ് 0 ബി ആണെന്ന് ഇതിൽ നിന്നും കിട്ടി. സോ ബി ഈസ് ഈക്വൽ ടു -1 ആണ് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം പി ഓഫ് 2 എന്താ? 0 ആണ്. അപ്പൊ ഈ ഒരു ഫോമിലോട്ട് 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് 2 എന്ന് പറയുന്നത് എ ഇൻറ്റു 2 പ്ലസ് ബി. ബിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ, -1 ആണെന്ന്. സോ എന്ത് കിട്ടും? എ ഇൻറ്റു 2 എന്ന് പറയുന്നത് 2a പ്ലസ് ബി, ദാറ്റ് ഈസ് 2a പ്ലസ് ബിന്റെ വാല്യൂ -1. സോ ഇറ്റ് ഈസ് 2a -1 എന്ന് കിട്ടി. അപ്പൊ 2a -1 എന്ന് പറയുന്നത് പി ഓഫ് 2 അല്ലേ? പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താ? 0 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2a -1 എന്ന് പറയുന്നത് 0 ആണ്. കാരണം രണ്ടും പി ഓഫ് 2 ആണ്. ഇത് ജനറൽ ഫോമിൽ നിന്ന് കിട്ടുന്ന പി ഓഫ് 2 ആണ് 2a -1. നമ്മുടെ പോളിനോമിയലിലുള്ള നമ്മുടെ ആ ഒരു പിക്ചറിന് ഗ്രാഫിൽ നിന്ന് കിട്ടിയ പി ഓഫ് 2 ആണ് 0. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? സോ 2a -1ഉം 0യും ഈക്വൽ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 2a ഈസ് ഈക്വൽ ടു 0. ഈ -1 ഇങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. ദാറ്റ് ഈസ് 2a ഈസ് ഈക്വൽ ടു 1. a ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. കണ്ടോ, a ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പൊ എന്റെ വാല്യൂവും കിട്ടി 1/2 എന്ന്, ബിന്റെ വാല്യൂവും കിട്ടി -1. എന്റെയും ബിന്റെയും വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇനി പോളിനോമിയൽ ഫൈൻഡ് ചെയ്തൂടെ? പോളിനോമിയലിന്റെ ഫോം എന്തായിരുന്നു? എ എക്സ് പ്ലസ് ബി ആയിരുന്നു. എന്റെ വാല്യൂ 1/2 എന്ന് കിട്ടി, എക്സ് അതുപോലെ ചെയ്ത ബിന്റെ വാല്യൂ -1 ആണെന്ന് കിട്ടി. സോ നമ്മളെ പോളിനോമിയൽ എന്ന് പറയുന്നത് 1/2 എക്സ് -1 ആണ്. അപ്പൊ ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഗ്രാഫ് തന്നിട്ട് അതിന്റെ പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനായിരുന്നു. പോളിനോമിയൽ നമ്മൾ ഫൈൻഡ് ചെയ്തു. പോളിനോമിയൽ എന്ന് പറയുന്നത് 1/2 എക്സ് -1. 1/2 എക്സ് -1 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഗ്രാഫാണ് ഇത്. അപ്പൊ ഗ്രാഫ് തന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുക. നേരത്തെ നമ്മൾ പഠിച്ചത് നമുക്ക് എന്തായിരുന്നു? പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് ഡ്രോ ചെയ്യാനായിരുന്നു. ഇവിടെ നമ്മൾ ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാനായിരുന്നു. അപ്പൊ നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് 2 പോയിന്റ്സ് നമുക്ക് കിട്ടും. ആ 2 പോയിന്റ്സിൽ പി ഓഫ് 0 എന്ന് പറയുന്നത് -1 ആണ്, പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് 2 കിട്ടിക്കഴിഞ്ഞ പിന്നെ നമുക്കൊരു ടഫ് ആയിട്ട് തോന്നൂല. കാരണം അതിന്റെ ഫോം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. എ എക്സ് പ്ലസ് ബി, അതിൽ എയും ബിയും നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പൊ എ എക്സ് പ്ലസ് ബി എന്താണ്? നമ്മളെ പോളിനോമിയലിൽ എന്താണ്? പി ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് -1 ആണെന്ന് കിട്ടിയിരുന്നു. സോ ഇതിൽ പി ഓഫ് 0 ഇട്ട് കൊടുക്കുമ്പോൾ ബി മാത്രം കിട്ടുക. സോ ബി എന്ന് പറയുന്നത് -1 ആണെന്ന് കിട്ടി. ബിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്റെ വാല്യൂ കിട്ടും. രണ്ടാമത്തെ പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് 2 ആണ്. പി ഓഫ് 2 എന്ന് പറയുന്നത് 2a -1 ആണ് കിട്ടി. 2a -1 എന്ന് പറയുന്നത് എന്താണ്? 2a -1 എന്ന് പറയുന്നത് 0 ആണ്. കാരണം പി ഓഫ് 2 എന്ന് പറയുന്നത് 0 ആണ്. അതിൽ നിന്ന് നമുക്ക് ബിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ എന്റെ വാല്യൂവും കിട്ടും. എന്റെ വാല്യൂവും ബിന്റെ വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ ആ ജനറൽ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എ എക്സ് പ്ലസ് ബിയിൽ. സോ എ എന്ന് പറയുന്നത് 1/2 ആണ്, ബി എന്ന് പറയുന്നത് -1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ പോളിനോമിയൽ എന്ന് പറയുന്നത് 1/2 എക്സ് -1 ആണ്. സോ നമ്മൾ ഈ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് 1/2 എക്സ് -1 പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 എക്സ് -1 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഗ്രാഫ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാം. അപ്പം ഈ ഒരു പാർട്ടിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഗ്രാഫ് തന്നിട്ട് എങ്ങനെയാണ് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുക, അതുപോലെ തന്നെ പോളിനോമിയൽ തന്നാൽ എങ്ങനെയാണ് ഗ്രാഫ് ഡ്രോ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ മാത്രം കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ജസ്റ്റ് എന്താണ് മനസ്സിലാക്കി വെച്ചാൽ മതി, അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 2 കാര്യങ്ങൾ, ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുക, അതുപോലെ പോളിനോമിയൽ തന്നാൽ ഗ്രാഫ് ഡ്രോ ചെയ്യുക. ഈ 2 കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ്
ചെയ്യാണ്ട് എങ്ങനെയാണ് ഗ്രാഫ് തന്നാൽ നമ്മൾ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.